ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മന്ത്ര സാരി ഡ്രേപ്പിംഗ് സ്റ്റുഡിയോ. ആദ്യമേ തന്നെ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ബിഗിനേഴ്സിന് എങ്ങനെയാണ് സാരി ഡ്രേപ്പ് ചെയ്യേണ്ടതെന്നും സാരി ഡ്രേപ്പ് ചെയ്യുമ്പോൾ അവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും സാരി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, ബിഗിനേഴ്സ് സാരി സെലക്ട് ചെയ്യുമ്പോൾ ഉടുത്തെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സാരി മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ നിങ്ങൾ ഉടുക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് സാരി ഉടുക്കുന്നതിനോടൊരു മടുപ്പ് തോന്നും. ഉടുത്തെടുക്കാനുള്ള ബുദ്ധിമുട്ടും സാരി ഒതുങ്ങി വരാത്തതിലുള്ള ബുദ്ധിമുട്ടും നിങ്ങളെ മനസ്സ് മടുപ്പിക്കും ആദ്യമേ തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പെട്ടെന്ന് ഡ്രേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതുപോലെ തന്നെ ഈ ചിലർക്ക് കോട്ടൺ ടൈപ്പ് ആയിരിക്കും കൂടുതൽ സ്യൂട്ടായിട്ട് തോന്നുന്നത്, ചിലർക്ക് സിന്തറ്റിക് മെറ്റീരിയൽ ആയിരിക്കും, അതായത് ക്രേപ്പ്, ഷിഫോൺ, ജോർജറ്റ്, ഈ ടൈപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട്, അതായത് പ്ലീറ്റ് എടുക്കാനും ഫിക്സ് ചെയ്യാനൊക്കെ ഏതാണോ കംഫർട്ട് എന്ന് തോന്നുന്ന ടൈപ്പ് മെറ്റീരിയൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അതിന് മാത്രമേ സാരി ആദ്യമായിട്ട് ഉടുക്കാൻ ശ്രമിക്കാവൂ. ആദ്യമായിട്ട് സാരി ഡ്രേപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാരി 2 വട്ടം ചുറ്റും. രണ്ടാമത്തെ വട്ടത്തിലാണ് നമ്മുടെ ഈ സാരിയുടെ മുന്താണി മുകളിലേക്ക് പോകുന്നത്, ബാക്കി ലോവർ പ്ലീറ്റൊക്കെ വരുന്നത്. ആദ്യത്തെ വട്ടം ചുറ്റുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റി നമ്മൾ എടുത്തു ഫ്രണ്ടിൽ കൊണ്ടുവന്നു. ആ ഫ്രണ്ടിൽ കൊണ്ടുവന്നതിൻ്റെ ബാലൻസ് മുന്താണിയാണ് മുകളിലത്തെ പോർഷനിലേക്ക് പോകുന്നതും ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ ലോവർ പ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. സാരി ഉടുക്കുന്നതിന് മുന്നേ അണ്ടർസ്കേർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിങ്സ് ആയിട്ടുള്ള അണ്ടർസ്കേർട്ട്, ഇറക്കവും സൈസും എല്ലാം കറക്റ്റായിട്ടുള്ള അണ്ടർസ്കേർട്ട് യൂസ് ചെയ്ത് സാരി ഉടുക്കാൻ ശ്രദ്ധിക്കണം. സാരി ഉടുക്കുമ്പോൾ അണ്ടർസ്കേർട്ടിൻ്റെ കെട്ട് വരേണ്ടത് ഒന്നുകിൽ സൈഡിലോ അല്ലെങ്കിൽ ഈ കെട്ട് നമ്മൾ ഫ്രണ്ടിൽ വെച്ച് കെട്ടിയതിന് ശേഷം പുറകിലേക്ക് ആക്കിയിട്ട് സാരിയുടെ ഇതുപോലെ സ്കേർട്ടിൻ്റെ ചുളിവുകൾ വരും. ഈ ചുളിവുകളെല്ലാം നിവർത്തി ഇതെല്ലാം പുറകു വശത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇവിടെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഈ ഭാഗം നമുക്ക് നല്ല ഷേപ്പിന് കിട്ടും. അപ്പോൾ മാക്സിമം അണ്ടർസ്കേർട്ടിൻ്റെ കെട്ട് പുറകു വശത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ആദ്യമായിട്ട് സാരി ഒരു ചുറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയും, തുടക്കത്തിൽ നമ്മൾ ഇതുപോലൊരു കെട്ടിടണം. കെട്ടിടുന്ന സമയത്ത് നമ്മുടെ സാരിയിൽ കാല് ചവിട്ടി സാരി താഴ്ന്നു പോയാലും അഴിഞ്ഞു പോരത്തില്ല. അപ്പം ഇതുപോലെ ഒരു കെട്ടിട്ട് ഒരു നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാരി കറക്റ്റായിട്ട് ഫിക്സായി അവിടെ ഇരുന്നോളും. എപ്പോഴും സാരി ഉടുക്കേണ്ടത് വലത് വശത്തായിരിക്കണം തുടങ്ങുന്നത്. വലത് വശത്തോടെ ചേർത്ത് തുടങ്ങിയിട്ട് ഇപ്പം ഇത്രയും നമ്മൾ ബാക്കിയുള്ള പോർഷനും കൂടെ ചുറ്റിയെടുത്ത് ബാക്കിയുള്ള പോർഷനും കൂടെ ചുറ്റിയെടുക്കുകയാണ്. ഇത്രയും നമ്മളിത് ഒരു ചുറ്റി വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ടക്കിൻ ചെയ്യാൻ ശ്രമിക്കുക. സാരി ഉടുക്കുന്ന സമയത്ത് സാരി കറക്റ്റ് ലെവലിൽ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ചുറ്റി ഇനി ബാക്കിയുള്ള ഈ പോർഷൻ, ഇത്രയും പോർഷനിൽ വീണ്ടും നമുക്ക് ഒരു ചുറ്റും കൂടെ വേണം. അപ്പോൾ ഒരു ചുറ്റും കൂടെ ഇത് ചുറ്റിയെടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവന്നു. അപ്പം നമ്മൾ ഫ്രണ്ടിൽ ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടുന്ന മുന്താണിയാണ്. അപ്പോൾ ഈ മുന്താണി, അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ പ്ലീറ്റ് എടുക്കണം. പ്ലീറ്റ് എടുക്കുന്നത് ഇപ്പോൾ എൻ്റെ ഈ സാരിയുടെ ബോർഡറിന് ഇത്രയും വീതിയുണ്ട്. ഈ വീതിക്ക് വെച്ച് തന്നെ നമുക്ക് പ്ലീറ്റ് എടുക്കാം. പ്ലീറ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഈ ഫസ്റ്റ് പ്ലീറ്റിൻ്റെ അകത്ത് തന്നെ ബാക്കിയുള്ള എല്ലാ പ്ലീറ്റ്സും നിർത്താൻ നോക്കണം. ഇതുപോലെ ഫസ്റ്റ് പ്ലീറ്റിനകത്ത് തന്നെ നിർത്തിയിട്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഒരു പിൻ ചെയ്യാം. കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് എടുത്ത ശേഷം ഇതൊന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഒരു പിൻ കൊടുക്കുക.
ഇപ്പം ഞാനിവിടെ ഒരു പിൻ കൊടുത്തു. പിൻ കൊടുത്ത ശേഷം ഇത് നമ്മൾ അറേഞ്ച് ചെയ്തെടുത്തിട്ട് ഷോൾഡറിലേക്ക് ഇടണം. ഷോൾഡറിലേക്ക് ഇട്ടിട്ട് ഇനി നമുക്ക് പുറകിലത്തെ ലെങ്ത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയാണ് ഞാനിപ്പോൾ ഇട്ടത്. ഇനി താഴെ അറ്റ വരെ, അതായത് നമുക്ക് നീ ലെങ്തിൽ, അറ്റ്ലീസ്റ്റ് നീ ലെങ്തിലെങ്കിലും നമുക്ക് സാരിയുടെ മുന്താണിയുടെ ഇറക്കം കിട്ടണം. നീ ലെങ്തിൻ്റെയും കാഫിൻ്റെ അതുവരെ, നീ ലെങ്ത് കഴിഞ്ഞ് കാഫിൻ്റെ അതുവരെ നിൽക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് സാരിയുടെ ഒരു ഭംഗി കിട്ടുന്നത്. അപ്പോൾ മാക്സിമം അത് നിർത്താൻ നോക്കുക. ചില സാരികൾ നീളം കുറവായിരിക്കും. അങ്ങനെ നീളം കുറവുള്ള സാരികളിൽ നിങ്ങൾ തുടക്കത്തിൽ തന്നെ കുറച്ച് എക്സ്ട്രാ തുണി വെച്ചിട്ട് അടിച്ചിട്ട് അതിൻ്റെ നീളം കുറച്ച് കൂട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി സാരി പ്ലീറ്റും അധികം കിട്ടും. ഫ്രണ്ടിലെ ലോവർ പ്ലീറ്റും കിട്ടും, മുന്താണിയുടെ പോർഷനും അതുപോലെ കിട്ടും. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി അറേഞ്ച് ചെയ്തിട്ട് പുറകിലേക്കിടുന്ന മുന്താണിയുടെ ഇറക്കം നോക്കി അതുവരേക്കും നമുക്ക് അറേഞ്ച് ചെയ്ത് ഇടാം. വീണ്ടും ഇട്ടു. ഇനി ഇതുപോലെ അത്രയും പോർഷൻ കിട്ടുന്നത് വരെ നമ്മൾ നമ്മുടെ ഷോൾഡറിൽ തന്നെ ഇതുപോലെ പ്ലീറ്റ് എടുക്കുക. മാക്സിമം കുറച്ച് സിമ്പിളായിട്ടുള്ള സാരികളിൽ ആദ്യം ഉടുത്ത് നോക്കാൻ ശ്രമിക്കുക. ആദ്യമേ തന്നെ ഹെവി സാരികളൊന്നും സാരി ഉടുത്ത് പഠിക്കാൻ ശ്രമിക്കരുത്. കാരണം അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് സാരി ഉടുക്കാനുള്ള ആ ഒരു ഇഷ്ടം കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ കുറച്ച് സിമ്പിളായിട്ട് ഇതുപോലെ ഇതൊക്കെയാണ് നന്നായിട്ട് ഒതുങ്ങി വരുന്ന മെറ്റീരിയലാണ്. അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്, നല്ലതായിട്ട് ഒതുങ്ങുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഇത്രയും ഇപ്പോൾ ഞാൻ പ്ലീറ്റ് എടുത്തു. ഇത് പുറകിലേക്കിട്ട് പിൻ ചെയ്യാം. പിൻ ചെയ്യുമ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ എഡ്ജിൽ നിന്ന് ഇത്ര ഭാഗമെങ്കിലും ഒരു ഡിസ്റ്റൻസ് കൊടുത്ത ശേഷം ഇവിടെ നിന്ന് മാറ്റിയിട്ട് പിൻ ചെയ്യുക. പിൻ ചെയ്യുന്നത് ഷോൾഡറിൻ്റെ പുറകുവശത്തായിട്ട്, ഏകദേശം പുറകുവശത്തായിട്ട് ഇറക്കിയിട്ട് പിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മളിതിവിടെ പിൻ ചെയ്ത് വച്ചിട്ടുണ്ട്. പിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് കവറിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ബോർഡർ ഇറക്കിയിട്ട് പിൻ ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്ത് പിൻ ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് പ്ലീറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ അറേഞ്ച് ചെയ്യേണ്ടി വരും. എന്നാലും ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത ശേഷം ഇതിനെ ഫ്രണ്ടിലൂടെ എടുത്തൊന്ന് ടൈറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം ഒരു ചുറ്റി സാരി ഒരു ചുറ്റിയിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത് വീണ്ടും ഒരു ചുറ്റി വന്ന് ഇവിടെ വന്നതിന് ശേഷമാണ്, ഇവിടെ കൊണ്ട് നിർത്തിയതിന് ശേഷമാണ് നമ്മൾ മുന്താണിയുടെ പ്ലീറ്റ് അറേഞ്ച് ചെയ്ത് പുറകിലുള്ള ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഇട്ടത്. ശേഷം ബോർഡർ എല്ലാം നേരാക്കിയതിന് ശേഷം ഇപ്പോൾ ഫ്രണ്ടിലത്തെ, അതായത് ഈ പ്ലീറ്റാണ് ഇവിടെ വരുന്നത്, ഈ ഭാഗത്തായിട്ട് വരുന്നത്. ഈ പ്ലീറ്റ് ഒന്നുകൂടെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത ശേഷം ഇപ്പോൾ ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ പിൻ ചെയ്യാം. അതുപോലെ തന്നെ പാവാടയിൽ പിൻ ചെയ്യുമ്പോൾ ഈ പോർഷനിൽ പിൻ ചെയ്യുമ്പോൾ പാവാടയിൽ ഈ ഫ്രണ്ടിൽ നിന്ന് പിടിച്ചിട്ട് ഒരിക്കലും പിൻ ചെയ്യരുത്. ഇങ്ങനെ നമ്മൾ പിൻ ചെയ്യുന്ന സമയത്ത് പാവാട ലൂസാവുമ്പോൾ ഇതുപോലത്തെ ഇവിടുത്തെ ബോർഡറും ലൂസാവും. പകരം പാവാടയുടെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് പാവാടയുടെ സൈഡ് വലിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ബോർഡറിൻ്റെ കൂടെ ചേർത്തിട്ട് ഇതുപോലെ പിൻ ചെയ്യാം. പിൻ ചെയ്ത് വച്ച ശേഷം ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രയും ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇതിങ്ങനെ പിടിച്ച ശേഷം ഇവിടെ നിന്ന് ബോർഡർ എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്.
ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെയാണ് ഇത് കൊടുക്കേണ്ടത്, ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ലോവർ പ്ലീറ്റ് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പ്ലീറ്റ് എടുത്തു. ഒരു പ്ലീറ്റായി ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് പ്ലീറ്റ് കുറച്ച് വൈഡായിട്ട് എടുക്കുക. അതായത് ഈ ഭാഗം കൂടെ ചേർത്ത് കുറച്ച് വൈഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം നന്നായിട്ട് ഒതുങ്ങി കിട്ടും. ഇവിടുന്ന് കുറച്ച് സാധാരണ കാണും പോലെ ഇവിടുന്ന് കുറച്ച് എക്സസ് ആയിട്ട് തുണി ഇങ്ങനെ ഉണ്ടാകത്തില്ല. ഇത് കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ പ്ലീറ്റ് അറേഞ്ച് ചെയ്ത് എടുത്ത ശേഷം ഈ പോർഷനിലായിട്ട് ഒരു പിൻ കൊടുക്കുക. ടക്കിൻ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അണ്ടർസ്കേർട്ട് ഉടുക്കുന്ന സമയത്ത് ബെല്ലി ബട്ടന്റെ തൊട്ട് താഴെയോ ബെല്ലി ബട്ടൺ ബേസ് ചെയ്തിട്ടോ വേണം അണ്ടർസ്കേർട്ട് ഉടുക്കേണ്ടത്. ബെല്ലി ബട്ടന്റെ മുകളിലേക്ക് ഒരിക്കലും സ്കേർട്ട് പോകാൻ പാടില്ല. അപ്പോൾ ഈ പൊസിഷനിൽ നിർത്തിയിട്ട് വേണം ടക്കിൻ ചെയ്യേണ്ടത്. ടക്കിൻ ചെയ്യുമ്പോൾ നമ്മൾ വലിയ കട്ടിയുള്ള സാരികൾ ഉടുക്കുന്ന സമയത്ത്, അതായത് ബോർഡറൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള സാരികൾ വരുമ്പോൾ ഈ പോർഷനും അകത്തെ പോർഷനും അണ്ടർസ്കേർട്ടിന്റെ ആ ഒരു തിക്നെസ്സും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ കട്ടി കൂടിയിട്ട് പിൻ കയറാത്ത അവസ്ഥ വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പതുക്കെ ഈ പ്ലീറ്റ്, ഈ മുകളിലത്തെ ഈ പോർഷൻ മാറ്റിയിട്ട് അകത്തായിട്ട് ഇങ്ങനെ കൊടുക്കുക. അകത്ത്, അതായത് ഈ പോർഷന്റെ പകുതി അകത്തിരിപ്പുണ്ട്, ആ ഭാഗവും ഈ സ്കേർട്ടിന്റെ ഭാഗവും കൂടെ ഒരുമിച്ച് ചേർത്ത് പിൻ ചെയ്ത് വിടുക. ബാക്കിയുള്ള ഈ പോർഷൻ അകത്തേക്ക്. ഈ കുറച്ച് നീളം കുറവായിട്ട് തന്നെ എനിക്ക് ലോവർ പ്ലീറ്റ് വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്ലീറ്റുകളെല്ലാം മാക്സിമം ലോവർ പ്ലീറ്റ് ചെറുതാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ പ്ലീറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത ശേഷം ലാസ്റ്റിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതങ്ങ് വിടുക. വിടുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ കിട്ടും. ലോവർ പ്ലീറ്റ്, അതായത് സാരിയുടെ നീളക്കുറവ് കാരണം ലോവർ പ്ലീറ്റ് കുറച്ച് കിട്ടുന്നവർ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാരി തുടക്കത്തിൽ നമ്മൾ ടക്കിൻ ചെയ്യുന്ന സമയത്ത് ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഒരു സെയിം കളറ് തുണി ആഡ് ചെയ്തിട്ട് സാരി ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോവർ പ്ലീറ്റും മുന്താണിയൊക്കെ കറക്റ്റ് ലെങ്ത് തന്നെ കിട്ടും. ഇനി അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തവർ ചെയ്യേണ്ടത് മാക്സിമം ലോവർ പ്ലീറ്റ് ചെറുതാക്കി എടുക്കാൻ നോക്കുക. വലിയ ലോവർ പ്ലീറ്റ് എടുക്കുന്നതിന് പകരം, ലോവർ പ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പ്ലീറ്റ് മാക്സിമം ചെറുതാക്കി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഈ സാരിക്ക് നീളം കുറവാണ്, പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് ഈ മുന്താണിയുടെ ഇറക്കവും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ പ്ലീറ്റും കിട്ടിയിട്ടുണ്ട്. ഇത്രയും പ്ലീറ്റ് എനിക്ക് കിട്ടിയത് ഞാൻ മാക്സിമം പ്ലീറ്റ് ചെറുതാക്കി എടുത്തത് കൊണ്ടാണ്. സാധാരണ രീതിയിൽ നമ്മൾ പ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 3 പ്ലീറ്റ് കൂടുതൽ കിട്ടത്തില്ല. ഇപ്പം എനിക്ക് ഇത്രയും പ്ലീറ്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ മാക്സിമം ആ ലോവർ പ്ലീറ്റ് ചെറുതാക്കി എടുത്തത് കൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങളും ഈ ട്രിക്ക് തന്നെ ഉപയോഗിക്കുക. മാക്സിമം ലോവർ പ്ലീറ്റ് ചെറുതാക്കി എടുക്കാൻ നോക്കുക. നീളം കുറഞ്ഞ സാരികൾക്കാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ മാക്സിമം എല്ലാ സാരിയിലും സാരി ഫോൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സാരി ഫോൾ യൂസ് ചെയ്താൽ നമുക്ക് സാരിയുടെ താഴ്ഭാഗം കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കും, നല്ല നീറ്റായിട്ടിരിക്കും. അതുകൊണ്ട് മാക്സിമം പറ്റുന്ന സാരികൾ, ചിലപ്പോൾ ഈ ബീഡ്സ് വർക്ക്, സ്റ്റോൺ വർക്ക് വരുന്ന സാരികളിൽ ചിലപ്പോൾ ബോർഡർ കൊടുക്കാൻ പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി താഴെ നമുക്ക് നല്ല വെയിറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് താഴെ ഒരു ഷേപ്പ് കിട്ടാനും താഴ്ഭാഗത്ത് ഒരു വെയിറ്റ് ഫീൽ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ സാരി ബോർഡർ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല നീറ്റായിട്ടും നല്ല ഷേപ്പിനും സാരിയുടെ താഴ്ഭാഗം ലോവർ പ്ലീറ്റ് എല്ലാം നല്ല നീറ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാ സാരിയിലും മാക്സിമം, അതായത് വർക്ക് വരാത്ത സാരികളിലെല്ലാം മാക്സിമം സാരി ഫോൾ യൂസ് ചെയ്ത് സാരി ഉടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ ബാക്കിൽ നിന്ന് മടങ്ങി മുകളിലേക്ക് ഈ ഫോൾഡ് ചെയ്യുന്ന, ഫ്ലിപ്പ് ചെയ്യുന്ന അവസ്ഥ, അതൊക്കെ ഈ സാരി ഫോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് മാറും. പിന്നെ മാക്സിമം
നമ്മുടെ സ്കേർട്ട് സാരിയുടെ തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇറക്കുക. അതായത് സാരി താഴെ, സ്കേർട്ട് കാഫിൻ്റെ അത്ര ഇറക്കമുള്ളൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സാരി കാണാൻ ബോറായിരിക്കും. നമ്മൾ നടക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ബോർഡർ മടങ്ങി മുകളിലേക്ക് കയറിയിരിക്കും. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തത് സാരിയിൽ സാരി ഫോള് വയ്ക്കുക. രണ്ടാമത്തത് സ്കേർട്ട് അതിൻ്റെ കറക്റ്റ് ഇറക്കത്തിനനുസരിച്ചിട്ട് സാരിയുടെ സെയിം ലെവലിലോ അല്ലെങ്കിൽ സാരിയുടെ ഇത്തിരി തൊട്ട് മുകളിലോ ആയിട്ട് സാരിയുടെ അണ്ടർ സ്കേർട്ടിൻ്റെ ഇറക്കം ക്രമീകരിച്ച് സാരി ഉടുക്കാൻ ശ്രദ്ധിക്കണം.